ഹായ് ഹലോ നമസ്കാരം. ഞാനിവിടെ പറയാൻ വന്നതേ ജാസിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം കുറേ ഇൻ്റർവ്യൂ ഞാൻ കണ്ട് ജാസിയുടെ. ഇപ്പോൾ ഈ കോഴിക്കോട് ഇവിടെ പയ്യന്നൂർ നടന്ന ആ ആക്സിഡൻറ്റിനെ പറ്റി ഷിംഷിതയെക്കുറിച്ചും പിന്നെ ശ്രീലക്ഷ്മി അവരെക്കുറിച്ചൊക്കെ പറയുന്ന കുറേ ഇൻ്റർവ്യൂ ഉണ്ട്. ജാസി, നിനക്ക് എന്ത് യോഗ്യതയാണ് അതൊക്കെ പറയാൻ? എൻ്റെ ചോദ്യം അതാണ്. നീ പറയുന്നത് കേട്ടു പെണ്ണെന്ന്. നിൻ്റെ കുറച്ച് പ്രഹസന വീഡിയോ ഞാൻ കണ്ടു, ഞാൻ കാണിച്ചു തരാം. നീ സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്കിത് പറയുന്നതിന് റൈറ്റ്സ് ഉണ്ട്. നീയും ഒരു ഉമ്മാനെ കഴയിപ്പിച്ചും പിന്നെ സ്ത്രീത്വം കടമെടുത്തും നീ മോഷണം നടത്തിയും പെണ്ണെന്ന് പറഞ്ഞ് നടന്ന് സമൂഹത്തിൽ പറ്റിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയല്ലേടാ നീ. എന്നിട്ട് നിനക്കെന്ത് യോഗ്യത ഇതൊക്കെ വിമർശിക്കാൻ? നിന്റെ പുറകെ ചാനലുകാരും ക്യാമറയും തൂക്കിക്കൊണ്ടുവരുമ്പോൾ നിനക്കെന്ത് യോഗ്യതയുടെ ഇതൊക്കെ പറയാൻ? എൻ്റെ ചോദ്യം അതാണ്. നീ കാണിച്ചിരിക്കുന്നത് സെയിം തന്നെയല്ലേ? നിന്റെ പേർക്ക് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്കെന്ത് യോഗ്യത ഇതൊക്കെ പറയാൻ? നീ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് നീ പെണ്ണാണെന്ന്, നിന്നെ പോലൊരു പെണ്ണ്. നീ എവിടെയാടാ പെണ്ണ്? നീ എവിടെ പെണ്ണായത്? നീ ഇപ്പോഴും പെണ്ണെന്ന് പറഞ്ഞ് നടക്കുവാണോടാ? ഷേ, നാണമില്ലേടാ നീ എൻ്റെ ജെൻഡർ കടമെടുത്തിട്ട് പെണ്ണെന്ന് പറഞ്ഞ് നടക്കാൻ? ഞാൻ അടക്കമുള്ള സമൂഹത്തിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ജെൻഡർ എടുത്ത് നീ മോഷണം നടന്നിട്ട് നീ വീണ്ടും പറഞ്ഞെടുക്കണല്ലോ പെണ്ണെന്ന്. നീ എവിടുത്തെ പെണ്ണാടാ? എൻ്റെ ചോദ്യം അതാ. നിന്റെ പ്രഹസനം നിർത്തടാ, അതാ നിനക്ക് നല്ലത്. നീ ആര് കാണാനാണ് ഇങ്ങനെ പ്രഹസനം നടത്തുന്നത്? ഞാൻ നിന്റെ കുറച്ച് ഡയലോഗ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എനിക്ക് കണ്ടിട്ട് ചിരി വന്നു. ഒരു മിനിറ്റ് ഗൈസ്. ഇത് നോക്കോ. ഇപ്പൊ ദുബായിലൊക്കെ ഒരു ലോ ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ദുബായില് ഇപ്പൊ കുറെ പബ്ലിക് നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കിത് ഫുള്ള് ഇതേപോലെ ബസ്സിൽ ഒരാൾ അനുവാദമില്ലാതെ വീഡിയോ എടുക്കുന്നത്, ഇതൊക്കെ ദുബായിൽ ഭയങ്കര പ്രോബ്ലം ഉള്ള കാര്യമാണ്. അപ്പൊ അത്തരം നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദുബായിലെ ലോയെ കുറിച്ച് നീ പറയുന്നു. ദുബായിലെ ലോ പറ്റാത്തോണ്ടാണല്ലോടാ നീ ഈ പെൺവേഷം കെട്ടി ഈ ഇന്ത്യയിൽ കേരളത്തിൽ വന്ന് നിൽക്കുന്നത്. ദുബായിലെ ലോ ഇവിടെ വന്നാൽ നിന്നെയും പിടിച്ചകത്തിടും. നീ ഇവിടെ വന്ന് ഈ ആൾമാറാട്ടം കാണിച്ച് നിൽക്കുന്നതിന് നീയും അകത്തു പോവും. ദുബായിലെ ലോ ഇവിടെ വരണമെന്ന് നീ വലിയ ഇതിൽ പറയുമ്പം ആദ്യം പെടാൻ പോകുന്ന നീയാ. കാരണം നീ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നതിന്. പിന്നെ നീ പറയുന്നു കൊച്ചിനെ, ആരെങ്കിലും നിനക്ക് കൊച്ചിനെ തരണമെന്ന്. നിനക്ക് എങ്ങനെയാടാ കൊച്ചിനെ തരുന്നത്? നീ ഈ ഇടയ്ക്കും കണ്ട് നിന്റെ കാറും കൊണ്ട് ഏതോ ഒരു ഇവിടെ പോയപ്പം, അതായത് നമ്മുടെ എറണാകുളത്ത് ഒരു സ്ഥലത്ത് എവിടെ ചെന്നപ്പം നിന്റെ കാറ് പാർക്ക് ചെയ്തിട്ട സമയത്ത് ഏതോ കൊച്ചു പിള്ളേർ വന്ന് അതിനകത്ത് ഉരച്ചൊന്നും പറഞ്ഞിട്ടുണ്ട്. നീ ആ കൊച്ചിനെ മാനസികമായിട്ടാ, ആ ചെറിയ കുഞ്ഞിനെ അതിൻ്റെ പേരൻസിന് നീ മാനസിക പീഡനം കൊടുത്തല്ലേടാ? ഇതൊക്കെ നീ എവിടെ ഈ പ്രഹസനം കാണിക്കുന്നത്? പിന്നെ നീ ഒരു പെണ്ണെന്ന് പറയുന്നത്, നീ എവിടെയാ പെണ്ണ്? എനിക്കതാ മനസ്സിലാവാത്തത്. നീ എവിടെയാടാ പെണ്ണാവുന്നത്? പറ, നീ എവിടെ പെണ്ണാവുന്നത്? എനിക്കതൊന്നും അറിയണമല്ലോ. നീ എവിടെയാടാ പെണ്ണെന്ന് പറയുന്നത്? നാണം ഉണ്ടോടാ നിനക്ക് അങ്ങനെ പറയാന്? എടാ, നീ ആണിൻ്റെ തേങ്ങയും ഇട്ടുകൊണ്ട് തൂക്കുകട്ട ഇട്ടുകൊണ്ട് നടന്ന് ഞങ്ങളുടെയൊക്കെ ജെൻഡറും കടമെടുത്തു നീ പറഞ്ഞു നടക്കും നീ പെണ്ണെന്ന്. നീ ഇപ്പോഴും പെണ്ണായിട്ടില്ലടാ. നീ ഒരിക്കലും ട്രാൻസ്ജെൻഡറും ആയിട്ടില്ല. അത് നീ മനസ്സിലാക്കുക. നീ ഷീമെയിലാണ്, ആണും പെണ്ണും കെട്ടവനാണ് നീ. അതാണ് നിന്റെ ID. നീ എവിടെയാടാ പെണ്ണായത്? അതാ എനിക്ക് അറിയാൻ പറ്റാത്തത്. വേറെ ഒരെണ്ണം കണ്ടോ ഇവന്റെ പ്രഹസനം? ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആൺകുട്ടിയായ സമയത്തും ഉണ്ടായിട്ടുണ്ട്, ഞാൻ പെൺകുട്ടിയായ സമയത്തും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നീ എവിടെയാടാ പെൺകുട്ടി? നീ എവിടെയാടാ പൊട്ടി പെൺകുട്ടിയാവുന്നത്? നീ പറ. നീ എപ്പോഴാടാ പെൺകുട്ടിയാവുന്നത്? നീ താഴെ മറ്റേ സാധനം തൂക്കിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയാണെന്നാ നാണുണ്ടോടാ പറയാൻ? ഞങ്ങൾ പെൺകുട്ടികളെ നിനക്ക് ആക്ഷേപിക്കാൻ? പൊട്ടി എടാ, പെൺകുട്ടി പോലോ? എവിടെയാടാ നീ പെൺകുട്ടി? നീ ഇപ്പോഴും ആണുങ്ങളുടെ സാമാനം നോക്കിക്കൊണ്ട് നടക്കുന്ന ആൺകുട്ടിയാടാ. നീ ചുരിദാറിൻ്റെ അടി നീ ആട്ടിക്കൊണ്ട് നടക്കുന്നത്. പൊന്നല്, നാണുണ്ടോടാ നിനക്ക് പറയാൻ നീ പെൺകുട്ടിയാണെന്ന്? പോട്ടെ എന്നൊക്കെ ഇവരങ്ങ് കയറി ഞങ്ങളുടെ ജെൻഡറിനെ എടുത്തിട്ട് അവൻ്റെ പെടലിക്ക് വെക്കുവാണ്. ഫ്രണ്ടിൽ 2 പ്ലാസ്റ്റിക്കും കുത്തി വെച്ചിട്ട്. നീ എവിടെയാടാ പെൺകുട്ടിയായത്? പറയടാ. നിന്നെയൊക്കെ പൂട്ടേണ്ട സമയം കഴിഞ്ഞു. ആ ഷിംഷിതയ്ക്കൊപ്പം നിന്നെയും പൂട്ടേണ്ട സമയം കഴിഞ്ഞു. ജാസി, നിർത്തിക്കോണം നീ പെൺകുട്ടി എന്ന് പറയുന്ന നിന്റെ വാക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ട്.
നിനക്ക് പറയാം പെൺകുട്ടിയെന്ന്? നീ എവിടുത്തെ പെൺകുട്ടിയാണ്? നീ പിരീസുള്ള പെണ്ണാണോടാ? നീ ഋതുമതി ആയ പെണ്ണാണോ? അല്ലല്ലോ. പ്ലാസ്റ്റിക്കും മോനെ കെട്ടി വെച്ചിട്ട് പെൺകുട്ടിയാണെന്ന് പോലും. പൊന്ന മോനെ, ദുബായ് കിടന്നു ആണുവേഷം കെട്ടി നടന്നിട്ട് പിന്നെ അവിടെ പെൺവേഷം കെട്ടാൻ പറ്റാത്തോണ്ട് നീ മറ്റേ കുണ്ടനെ കൊണ്ട് നീ രണ്ടും സത്യം പറഞ്ഞ ബൈസെക്ഷലാണ്. ആണും തമ്മിലുള്ള ബന്ധമല്ലേടാ നീ രണ്ടും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ പറയുന്നു ട്രാൻസ് ആണ്, പെണ്ണാണ്. നിന്നെയൊക്കെ പെണ്ണാക്കി സമൂഹത്തിൽ വന്ന് ഇത്തരം കോട്ടായങ്ങൾ കാണിച്ച് ജീവിക്കുന്നതും പോരാ, ഒരു ക്രൈമിനെ എടുത്തിട്ട് അങ്ങ് വിശദീകരിക്കുന്നു. നിനക്കെന്താ റൈറ്റാടാ വിശദീകരിക്കാൻ? നീ കാണിക്കുന്ന ഒന്നാം തരം തരികട, നീ കാണിക്കുന്ന ഒന്നാം തരം ക്രിമിനലിസം. എന്നിട്ട് നീ പറയുന്നോ നിർത്തിക്കോണം നിന്റെ വേഷം കെട്ടില്? മോനെ പറഞ്ഞേക്കാം, നിർത്തിക്കോണം.